അമ്മയോടൊപ്പം ഹോളി ഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ 25-ാം ദിനം വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ടൊരുങ്ങുന്ന പ്രാർത്ഥിച്ചൊരുങ്ങുന്ന 25-ാം ദിനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിലൂടെ എല്ലാം ഞങ്ങളെ നയിച്ചതിന്, വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിന്, ദിവ്യകാരുണ്യ ആരാധനകളിലൂടെ ആശീർവാദത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കരുത്ത് നൽകിയതിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇതാ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യം ഇതാ. അതാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള വചനം ഇതാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഈശോ ഇതാ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചവൾ, പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുകയാണ്, ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇതേ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്, എൻ്റെ അമ്മ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവൾ. എന്നിട്ട് നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ അമ്മയായി, ഈശോയുടെ അമ്മയായി, സഹോദരരായി എന്ന് വെച്ചാൽ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് വളർന്നു വരും. എത്ര മനോഹരമായ തമ്പുരാൻ്റെ അരുളപ്പാടല്ലേ. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവ മാതാവിൻ്റെ തലത്തിലേക്ക്, എന്ന് വെച്ചാൽ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ, ഈശോയുടെ സ്വന്തം, പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം എന്ന തലത്തിലേക്ക് നമ്മൾ ഉയരും. അപ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ സ്വന്തമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവപിതാവിൻ്റെ ഹിതം, ഇഷ്ടം ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാകുമ്പോൾ ഇതാ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറും. ഈശോയുടെ സ്വന്തമായിട്ട് തീരും. കർത്താവിൻ്റെ സ്വന്തമാകുവാൻ, ഈശോയുടെ സ്വന്തമാകുവാൻ അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈശോ പറയുന്നത് കേൾക്കുവാൻ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, ഈശോയുടെ ഏറ്റവും അടുത്ത ഉറ്റവരായി തീരുവാൻ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് നിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹോളി ഫയർ മിനിസ്ട്രിയുടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ അമ്മയോടൊപ്പം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, അവരെല്ലാം ഈ തിരുവൽത്താരയിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുകയാണ്. 25-ാം ദിനത്തിൽ, ഈ ആത്മീയ ശുശ്രൂഷയുടെ 25-ാം ദിനത്തിൽ അമ്മയിലൂടെ ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. അമ്മയോളം നീ വളരണം. എങ്ങനെയാ? ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി, ഏറ്റവും പ്രിയപ്പെട്ടവനായി, പ്രിയപ്പെട്ടവളായി, ഈശോയുടെ സ്നേഹിതരായി നമുക്ക് വളരാൻ സാധിക്കും. എങ്ങനെയാ? ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇതാ ദൈവവചനം സ്വീകരിച്ച് അത് അനുസരിച്ച് ജീവിക്കുന്നവർ എൻ്റെ അമ്മയും സഹോദരരുമാണ്. പരിശുദ്ധ അമ്മ ദൈവവചനം സ്വീകരിച്ചപ്പോൾ ഇതാ ഈശോയുടെ അമ്മയായി തീർന്നതുപോലെ അനുദിന ജീവിതത്തിൽ ഈശോയെ നീ പറയുന്നത് കേൾക്കുവാൻ, നിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിരിക്കുവാൻ, ഈശോയെ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിക്കുവാൻ പൊന്നു തമ്പുരാനെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തോട് അടുപ്പമുള്ളവരാകുവാൻ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ ചേർത്ത് വയ്ക്കുന്നു. സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ പ്രത്യേക ഇടപെടൽ വേണ്ട ഒത്തിരി നിയോഗങ്ങളുണ്ട് കർത്താവെ. അവയെല്ലാം ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥന ചോദിച്ചവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച്
വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന അനവധി ആളുകൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, ശാരീരിക രോഗങ്ങളാൽ, മാനസിക രോഗങ്ങളാൽ സങ്കടപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ചികിത്സിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ദിവികാരുണ്യ ഈശോയെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ഇടപെടണമേ. നിന്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വന്നവരെ സ്പർശിച്ച് അനുഗ്രഹിച്ച് ഈശോയെ ഇടപെടണമേ. എല്ലാ രോഗികളെ സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ ഉദ്യമ മേഖലകളെ സമർപ്പിച്ച് ദിവികാരുണ്യ ഈശോയുടെ കൃപയൂറുന്ന ആശീർവാദം നമുക്ക് ഒരുമയോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും.